ഹലോ, ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കുറച്ച് ടേംസ് റിലേറ്റഡ് ടു കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അവരുടെ റേ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് കോൺവെക്സ് ലെൻസ് എന്ന് തുടങ്ങാം. കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രാം പഠിക്കുന്നതിന് മുൻപ് 3 റൂൾസ് നമുക്ക് പഠിക്കണം. എങ്ങനെയാണ് അതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കുക, ഏതൊക്കെ റേകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യത്തെ ഫിഗറിലേക്ക് നോക്ക്. ദാ ഇവിടെ ഫസ്റ്റ് ഒരു റേ വരികയാണ്. ഓക്കെ, ആ റേ എങ്ങനെയാ വരുന്നത്? നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടൊരു റേ വരികയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ കോൺവെക്സ് ലെൻസിലെത്തുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിന നടക്കും അല്ലേ? അപ്പോൾ അവർ റിഫ്രാക്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ കടന്നു പോകുന്നതെന്ന് നോക്ക് നിങ്ങൾ. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോവാണ്. അപ്പോൾ ഫസ്റ്റ് റൂള് പറയുന്നത് ray which is parallel to optic axis after refraction passes through principal focus. അപ്പോൾ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേ എന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. അതാണ് ആദ്യത്തെ. ഇനി സെക്കൻഡ് വൺ നോക്ക്. ദ റേ വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ പാസസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ ഒരു മാറ്റവും ഇല്ലാതെ, ഒരു റിഫ്രാക്ഷനും ഇല്ലാതെ അതിൽ കൂടെ തന്നെ കടന്നു പോകും അല്ലേ? ഇതാ ഈ ഓയിലൂടെയാണ് ഈ റേ കടന്നു പോകുന്നത് അല്ലേ? ഓയിലൂടെയാണ് കടന്നു പോകുന്നത്, അതിൽ കൂടെ തന്നെ അത് പാസ് ചെയ്ത് പോയി അല്ലേ? അപ്പോൾ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാതെ, ഒരു ഡീവിയേഷനും അതിൻ്റെ പാത്തിലില്ലാതെ അതേ പാത്ത് തന്നെ അത് ഫോളോ ചെയ്ത് പോകും. ഓക്കെ, ഇനി തേർഡ് റൂൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന റേ റിഫ്രാക്ഷന് ശേഷം പാരലലായി എമർജ് ചെയ്യും, പാരലലായി ഇറങ്ങും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ, അപ്പൊ ഈ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന റേ എങ്ങനെ എമർജ് ചെയ്യും? പാരലലായിട്ട് എമർജ് ചെയ്ത് പോകുന്നു. അപ്പൊ 3 ആദ്യത്തത് ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേ റിഫ്രാക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. രണ്ടാമത്തതോ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ ഒരു ഡീവിയേഷനും ഇല്ലാതെ അതിലൂടെ തന്നെ കടന്നു പോകും. മൂന്നാമത്തതോ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ റിഫ്രാക്ഷന് ശേഷം പാരലലായിട്ട്, ആർക്ക് പാരലലായിട്ട്? ഒപ്റ്റിക് ആക്സിസിന് പാരലലായിട്ട് എമർജ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിന്റെ പല പൊസിഷനുകളിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാൽ എവിടെയൊക്കെയാണ് ഇമേജ് കിട്ടാന്ന് നമുക്ക് നോക്കാം. നോക്ക്, ഏറ്റവും ആദ്യം വെക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ദൂരെ, ഒരു ഡിസ്റ്റന്റ് ട്രീയോ സണ്ണോ മൂണോ അങ്ങനെ അകലെയുള്ള ആരെങ്കിലും ആണ് നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇമേജ് എവിടെയാണ് കിട്ടുക? ഇമേജ് നമുക്ക് കിട്ടുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിലായിരിക്കും. ഏത് പ്രിൻസിപ്പൽ ഫോക്കസിൽ? സെക്കൻഡ് പ്രിൻസിപ്പൽ ഫോക്കസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോറി ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഇവിടെ ഒരു F1ഉം ഇവിടെ ഒരു F2 ഉണ്ടല്ലേ? ഈ F2ല്, അപ്പൊ ഇവിടെ വളരെ അകലെയാണ് നമ്മളുടെ ഒബ്ജക്റ്റ് എങ്കിൽ ഈ F2ലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ഇമേജ് കിട്ടുന്നുണ്ടാവുക. അതാണ് ആദ്യത്തത് പറയുന്നത്. ഇനി ഇമേജിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഹൈലി ഡിമിനിഷ്ഡ്, പോയിന്റ് സൈസ്, വളരെ മങ്ങിയിട്ടുള്ള ഒരു കുത്ത്. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ പോയിന്റർ കാണുന്നില്ലേ? ഈ കുത്ത് അത്രയുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നേച്ചർ എങ്ങനെയായിരിക്കും? നമ്മൾ 2 നേച്ചറിലുള്ള ഇമേജസിന്റെ കാര്യം പറഞ്ഞല്ലേ? റിയൽ ആൻഡ് എങ്ങനത്തെ ആയിരുന്നു? പിന്നെ വെർച്വൽ പറഞ്ഞു. റിയൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ഇമേജസ്. വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സ്ക്രീനിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഈ റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ആര് ഫോം ചെയ്യുന്നുണ്ടാവുക? ഈ ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ F2ൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. അതുപോലെ അത് നേരെയുള്ളതായിരിക്കുമോ? അല്ല, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാലോ ബിയോണ്ട് 2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ F. ഇനി ഇവിടെ ഒരു 2F ഉണ്ടാവും അല്ലേ? ഈ 2Fന്റെ ഇപ്പുറത്ത് എവിടെയെങ്കിലും ആണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെന്ന് വിചാരിക്കാം. ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെയാ ഫോം ചെയ്യുന്നുണ്ടാവുക? ഇമേജ് F2വിന്റെയും 2F2വിന്റെയും ഇടയിലാണ്. ഇവിടെ ഒരു 2F2 ഉണ്ട്. ഈ F2വിന്റെയും 2F2വിന്റെയും ഇടയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. ആ ഇമേജും എങ്ങനെ തന്നെയാണ്? ഡിമിനിഷ്ഡ് ആണ്, മങ്ങിയിട്ടുള്ള ഇമേജ് ആണ്. പിന്നെ എങ്ങനെയാ? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ് നേച്ചർ. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല കുത്തനെയുള്ള ഇമേജ് ആയിരിക്കും. റിയൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ 2F1. 2F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെയാണ് കിട്ടുന്നുണ്ടാവുക? ബിയോണ്ട് 2F2. ഇവിടെ 2F2 ഉണ്ട്. ഈ 2F2ന്റെ ഇപ്പുറത്തായിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതെങ്ങനെയാണ്? സെയിം സൈസ് ഇല്ല കേട്ടോ, അറ്റ് 2F2 ആണ്. അറ്റ് 2F1 നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അറ്റ് 2F2 ആണ്. 2F2 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സെയിം പൊസിഷനിൽ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. ആ ഇമേജ് എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റ് എത്ര സൈസിലാണോ ഇരുന്നേ ആ സെയിം സൈസിലുള്ള ഇമേജ് നമുക്ക് കിട്ടും. പിന്നെ എങ്ങനെയാണ്? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. തല കുത്തനെയുള്ള ഇമേജ് തന്നെയാണ് ഇവിടെയും കിട്ടുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1ന്റെയും 2F1ന്റെയും ഇടയിൽ, ദാറ്റ് മീൻസ് ഇവിടെയാണ് നമ്മൾ എന്തിനെ വെക്കുന്നത്? ഒബ്ജക്റ്റിനെ വെക്കുന്നതെന്ന് വിചാരിക്കാം. നമുക്ക് എവിടെയാണ് ഇമേജ് കിട്ടുന്നത്? ബിയോണ്ട് 2F1. 2F1ന്റെ ബിയോണ്ട് 2F2. 2F2ന്റെ അപ്പുറത്ത്, ദാറ്റ് മീൻസ് എവിടെയാണ്? ഇപ്പുറത്താണ് നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ടാവുക, ബിയോണ്ട് 2F2. അതെങ്ങനെയായിരിക്കും? വലുതായിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും അല്ലേ? നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും? ഇമേജ് അതിലും വലുതായിരിക്കും. അപ്പൊ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുക. എങ്ങനത്തെ നേച്ചറാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ശരിക്കും നമുക്കൊരു സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ തല കുത്തനെയായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. ഇനി F1ൽ വെക്കുകയാണ്. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ആരെ വെക്കുന്നത്? ഒബ്ജക്റ്റിനെ വെക്കുന്നതെന്ന് വിചാരിക്കാം. എവിടെയാ നമുക്ക് കിട്ടാൻ പോണേ? ഇൻഫിനിറ്റി, വളരെ അകലെ. അത് നമുക്കൊരു സ്ക്രീനിൽ കാണാനൊന്നും പറ്റില്ല. ഓക്കെ, വളരെ അകലെയാണ് ഫോം ചെയ്യുക. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരെ. ഓക്കെ, അത് സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ ഇമേജ് വുഡ് നോട്ട് ബി ഫോംഡ് എന്ന് പറഞ്ഞ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വെക്കുന്നത് F1ന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ. ദാറ്റ് മീൻസ് ഇതാണ് ഒപ്റ്റിക് സെന്റർ അല്ലേ? അപ്പോൾ ഈ F1ന്റെയും ഈ ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിലാണ് നമ്മൾ ആരെ വെക്കുന്നത്? ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അപ്പൊ നമുക്ക് എവിടെയാ ഇമേജ് കിട്ടുന്നത്? സെയിം സൈഡില്, ലെൻസിന്റെ അതേ വശത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. അതിന്റെ സൈസ് എങ്ങനെയായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. അതുപോലെ നേച്ചറോ? വെർച്വലും എറക്റ്റും ആയിരിക്കും. വെർച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രീനിൽ നമുക്ക് ഫോം ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ നേരെയുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. തല കുത്തനെയുള്ളതല്ല, നേരെയുള്ള ഇമേജ് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക? കിട്ടുന്നുണ്ടാവുക. ഇനി ഇതിന്റെ ഇമേജിന്റെ പിക്ചേഴ്സ് ആണ് ഇനി ഇവിടെ. അതെങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഇമേജസ് ഒക്കെ ഒന്ന് നോക്കുക. ഏതൊക്കെ റേസ് ആണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, എവിടെയാണ് ഇമേജ്. ഇപ്പം മുന്നത്തെ ടേബിളിൽ നിന്ന് നമുക്ക് എവിടെയാണ് ഒബ്ജക്റ്റ് വെച്ച് എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുക, അതിന്റെ നേച്ചർ എന്താണ്, സൈസ് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ടാണ്, പിന്നെ അതിന് മുന്നേ നമ്മൾ കുറച്ച് റൂൾസും പഠിച്ചിട്ടുണ്ടല്ലേ. ഇവരെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഇമേജസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ കേസ് നോക്ക്. 2Fന് ബിയോണ്ട് ആയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. 2Fന് ബിയോണ്ട് ആയിട്ട് ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് 2F. ഒബ്ജക്റ്റ് എവിടെയാണ്? ഇവിടെയാണ് ഒബ്ജക്റ്റിനെ വെച്ചിട്ടുള്ളത്. ഈ OB എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഈ ആരോ മാർക്ക് ഇല്ലേ? അതിന്ന് പോയിട്ടുള്ള റേസ് എങ്ങനെയാന്ന് നോക്കുക. പാരലൽ ആയിട്ടുള്ള ഒരു റേ വരുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അത് ഏതിലൂടെ കടന്നു പോകുന്നു? പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി രണ്ടാമത്തത് എങ്ങനെയാണ്? ഒപ്റ്റിക് ആക്സിസിലൂടെയാണ് ഒരു റേ കടന്നു പോകുന്നത് അല്ലേ? ഒപ്റ്റിക് ആക്സിസിലൂടെ റേ പോകുന്നു. അത് ഈ നേരത്തെ വന്നിട്ടുള്ള റേയുമായിട്ട് എവിടെ വെച്ച് കൂട്ടിമുട്ടാണ്? Fന്റെയും 2Fന്റെയും ഇടയിൽ വെച്ചതാ, ഇവിടെ വെച്ച് കൂട്ടിമുട്ടാണ്. അപ്പൊ നമുക്ക് എങ്ങനത്തെ ഇമേജാ കിട്ടിയിട്ടുള്ളത്? അവിടെ നമ്മൾ ആ പോയിന്റിലേക്ക് നമ്മൾ മുകളിൽ നിന്ന് ഒപ്റ്റിക് ആക്സിസ് എന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുന്നുണ്ട് അല്ലേ? അതുപോലെ ചെറുതാണ്. ഈ ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ സൈസ് എന്താ? വളരെ ചെറുതാണ്. പിന്നെ റിയലും ആണ്. അതിന് നമുക്കൊരു സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റും. ഇനി 2Fലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചത് വെച്ചിട്ട് എങ്ങനെയാണ്? ഇപ്പൊ ഇതൊരു ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേയാണ്. അപ്പൊ അതിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ പോകും? ഒപ്റ്റിക് സെന്ററിലൂടെ തന്നെ അൺഡീവിയേറ്റഡ് ആയിട്ട് ഇത് കടന്നു പോകും അല്ലേ? ഇനി നമുക്ക് പാരലൽ ആയിട്ടുള്ള ഒരു റേയും കൂടെ കൺസിഡർ ചെയ്യാം. പാരലൽ ആയിട്ടുള്ള റേ വരുന്നു, ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. എന്നിട്ട് അത് എങ്ങനെ പോകും? അത് ഏതിൽ കൂടെ കടന്നു പോവുക? പാരലൽ ആയിട്ടുള്ള റേ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഇത് എവിടെ പോയാൽ മുട്ടുന്നുണ്ടാവുക? നമ്മളുടെ ഈ 2Fൽ ചെന്നിട്ടാണ് അത് ശരിക്കും മുട്ടണ്ടേ. എൻ്റെ ഇമേജ് കറക്റ്റ് ആയിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? 2Fൽ ഒബ്ജക്റ്റിനെ വെച്ചാൽ 2Fൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഈ സൈഡിൽ വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ 2Fൽ ഇമേജ് ഫോം ചെയ്യും. അത് ഇൻവേർട്ടഡ് ആയിരിക്കും, ഇൻവേർട്ടഡ്, റിയൽ. അതുപോലെ തന്നെ എന്താണ്? സെയിം സൈസ് ആണ്. അതേ സൈസുള്ള ഇമേജ് തന്നെയാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ വെക്കുകയാണ്? 2Fന്റെയും Fന്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ
ആദ്യത്തെ റേ എന്ന് പറയുന്നത് ഇതവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, എങ്ങനെയാണ് അത് നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വന്നിട്ട് റിഫ്രാക്ഷൻ കഴിഞ്ഞ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകും. ഇനി രണ്ടാമത് നമ്മൾ ഏതിലൂടെയുള്ള റേ കൺസിഡർ ചെയ്യാണ്, നമുക്ക് ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ കൺസിഡർ ചെയ്യാം. ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ എങ്ങനെയാ പോകുന്നുണ്ടാവുക, എങ്ങനെയാ പോവാ, അൺഡീവിയേറ്റഡ് ആയിട്ട് പോവുക അല്ലേ, വിത്തൗട്ട് എനി ബെൻഡിങ്. അതെങ്ങനെ പോവും, അത് പാസ് ചെയ്ത് പോകും. എഫിന്റെയും ടു എഫിന്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെ കിട്ടുമെന്നാണ് നമ്മൾ പഠിച്ചത്, ബിയോണ്ട് ടു എഫ് ടുവിന് അപ്പുറമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇമേജ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ റേ വരയ്ക്കുകയാണ്. ഒപ്റ്റിക് സെന്ററിലൂടെ പാസ് ചെയ്ത് പോയിട്ട് ഈ റേ എവിടെ ചെന്നിട്ടായിരിക്കും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടാവാതാ, ടു എഫിന്റെ അപ്പുറത്ത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒപ്റ്റിക് ആക്സിസിന് അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കാം. എൻ്റെ ഇമേജ് വരയ്ക്കുന്നത് ശരിയല്ല, നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ താഴേക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ്, ഒബ്ജക്റ്റിന്റെ സൈസിനെ വെച്ച് നോക്കുമ്പോൾ ഇമേജിന്റെ സൈസ് എങ്ങനെയാണ്, എൻലാർജ്ഡ് ആണ്. എങ്ങനെയാണ്, എൻലാർജ്ഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, റിയൽ ആണ്. പിന്നെ അതെങ്ങനെയാണ്, ഇൻവേർട്ടഡും ആണ്. ഓക്കെ, അതാണ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇനി എഫിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റിയിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല, വളരെ അകലെയാണ് ഫോം ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റിന് നമ്മൾ എഫിന്റെയും ലെൻസിന്റെയും ഇടയിൽ കറക്റ്റ് ഇമേജ് ഇവിടെ ഉണ്ടല്ലേ, എഫിന്റെയും ലെൻസിന്റെ ഇടയിൽ വെക്കാൻ നോക്ക്. ഇതാ ഒപ്റ്റിക് സെന്ററിന്റെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അതെ, ആദ്യം നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു റേ വരുന്നു, റിഫ്രാക്ഷൻ കഴിഞ്ഞ് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ അത് കടന്നു പോകുന്നു. രണ്ടാമത്തെ റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്നു. ഇതിലൂടെ തന്നെ എന്താ പറയാ, അൺഡീവിയേറ്റഡ് ആയിട്ട് ഒപ്റ്റിക് സെന്ററിലൂടെ അത് കടന്നു പോവാണ്. ഇത് രണ്ടും ഈ ഭാഗത്ത് എവിടെയും കൂട്ടിമുട്ടുന്നില്ല അല്ലേ. നമ്മൾ അതിനെ ഒന്ന് പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഡോട്ടഡ് ലൈൻസ് കാണുന്നില്ലേ, ഈ ഡോട്ടഡ് ലൈൻസ് രണ്ട് റേകളെയും നമ്മൾ റിഫ്രാക്ഷൻ സംഭവിച്ച അൺഡീവിയേറ്റഡ് ആയിട്ടുള്ള ഈ രണ്ട് റേകളെയും നമ്മൾ പുറകിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതാ എഫിന്റെയും ടു എഫിന്റെയും ഇടയിൽ നമുക്ക് എന്ത് കിട്ടാണ്, ഒരു ഇമേജിനെ കിട്ടാണ്. അതെങ്ങനെയാണ്, അത് ഇറക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് അല്ലേ, നേരെയുള്ളതാണ്. അതുപോലെ തന്നെ ലാർജ് ആണ്, നല്ല വലിപ്പമുള്ളതാണ് അല്ലേ. പിന്നെ ഇങ്ങനത്തെ ഇമേജ് അത് വെർച്വൽ ഇമേജ് ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റില്ല. അതുപോലെ നമുക്ക് എങ്ങനെ പറയാം, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇത്ര നേരം നമ്മൾ കണ്ട ഇമേജസ് ഒക്കെ ഓൺ ദ അതർ സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് ആയിരുന്നു അല്ലേ. ഇതെങ്ങനെയാണ്, ഒബ്ജക്റ്റ് വെച്ച അതേ സൈഡിൽ തന്നെയാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു കോൺകേവ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷനിൽ നമ്മൾ നേരത്തെ കോൺവെക്സ് ലെൻസിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ 3 റൂൾസ് നമുക്ക് പറയാം. അതെങ്ങനെയാ, ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന റേ റിഫ്രാക്ഷന് ശേഷം ഡൈവേർജ് ചെയ്ത് പോവാണ്. പക്ഷേ അത് ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെ തോന്നാണ്, ഫോക്കസിൽ നിന്നും പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട്. ഇനി രണ്ടാമത്തത് എടുക്കുകയാണെങ്കിലോ, രണ്ടാമത്തത് പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്ന റേ കണ്ടോ, ഏത് ഡയറക്ഷനിലാണ് വരുന്നത്, കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്ന റേ എങ്ങനെ പോവാണ്, റിഫ്രാക്ട് ചെയ്തിട്ട് പാരലൽ എമേർജ് ചെയ്ത് പോവാണ്. ആർക്ക് പാരലൽ ആയിട്ട്, ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് ആ റേ ഇങ്ങനെ എമർജ് ചെയ്ത് പോവാണ്. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്റ്റിക് സെന്ററിലൂടെ റേ എങ്ങനെ പോവും, അൺഡീവിയേറ്റഡ് ആയിട്ട് കടന്നു പോവും. ഇതാണ് 3 റൂൾസ്. അപ്പൊ എങ്ങനെയാണ്, ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേ റിഫ്രാക്ഷന് ശേഷം എങ്ങനെ പോവും, പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ എമർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് തോന്നും. രണ്ടാമത്തത് പ്രിൻസിപ്പൽ ഫോക്കസിന്റെ ഡയറക്ഷനിൽ വരുന്ന റേ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് എമർജ് ചെയ്യും. മൂന്നാമത്തേത് ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ അൺഡീവിയേറ്റഡ് ആയിട്ട് കടന്നു പോകും. ഓക്കെ, ഇനി ഇമേജ് ഫോർമേഷനിൽ ഇതിന്റെ രണ്ടിന്റെയും ഇമേജ് ഓക്കെ എങ്ങനെയാണ്, ഇൻഫിനിറ്റിയിൽ വെക്കുകയാണെങ്കിൽ എവിടെയാണ് നമുക്ക് ഇമേജിന്റെ പൊസിഷൻ കിട്ടുന്നത്, ഫോക്കസിൽ നമുക്ക് കിട്ടും. F1 ഫസ്റ്റ് ഫോക്കസിൽ നമുക്ക് കിട്ടും. നേച്ചർ നോക്ക്, ഹൈലി ഡിമിനിഷ്ഡ്, തീരെ കാണാൻ പറ്റാത്തത്, ഭയങ്കര മങ്ങിയിട്ടുള്ളതും ഒരു കുത്ത് പോലെയുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, പോയിന്റ് സൈസ്ഡും ആയിരിക്കും. നേച്ചർ എന്ന് പറഞ്ഞാൽ വെർച്വൽ ആൻഡ് ഡിറക്റ്റ്, ഒരു സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നേരെയുള്ള ഇമേജും ആയിരിക്കും. ഇനി
ഇത് രണ്ട് കേസേ നമുക്ക് ആർക്കുള്ളൂ, ഒരു കോൺകേവ് ലെൻസിന്റെ കേസിലുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയുടെയും അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ എവിടെ വെച്ചാലും എവിടെ ഇമേജ് കിട്ടുന്നുണ്ടാവാം, ഫോക്കസ് ആയിട്ട് F1ന്റെയും അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലെ എഫിന്റെയും അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ടാവുക. ഇൻഫിനിറ്റി തൊട്ട് ഈ ഒപ്റ്റിക് സെന്റർ വരെ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഈ പൊസിഷനിലാണ് നമുക്ക് ഇമേജ് കിട്ടുക. അതെങ്ങനത്തെ ഇമേജ് ആയിരിക്കും? ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. നേച്ചർ എങ്ങനെയാണ്? വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആണ്. ഒരു സ്ക്രീനിൽ ഫോം ചെയ്യിക്കാൻ പറ്റില്ല, നേരെയുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ കോൺകേവ് ലെൻസ് ലൈറ്റ് ഡൈവേർജ് ചെയ്യുന്നത് കാരണം അതിന്റെ ഇമേജ് എപ്പോഴും എങ്ങനെയായിരിക്കും? വെർച്വൽ ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഇമേജിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും അതുപോലെ തന്നെ ലെൻസിന്റെയും ഇടയിലായിരിക്കും. എന്ന് വെച്ചാൽ ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള അതേ സൈഡിലായിരിക്കും. ഇപ്പോൾ ഈ സൈഡിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇമേജ് നമുക്ക് ഇവിടെ എഫിന്റെയും ഈ ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സെയിം സൈഡിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമന്റിൽ പറയണം. അതുപോലെ തന്നെ സജഷൻസും എല്ലാം കമന്റ്സിൽ പറയാം. താങ്ക് യു സോ മച്ച്.